എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തുന്നു. ദൈവജനങ്ങളെ കൂട്ടിവരുത്തുന്നു. രാവും പകലും ദേവദാസന്മാരും രാജ്യങ്ങൾക്ക് വേണ്ടിയും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയും കഷ്ടതയിൽ കൂടെ പോകുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം ഒരുക്കിയെടുത്തു. മറ്റു ദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ കടന്നു വരുവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് ലോകമെമ്പാടും ദൈവത്തെ അറിയുവാൻ ഒരു മാധ്യമമായി തീരണം. lightofgospel.com എന്നുള്ള സൈറ്റിൽ പോയാൽ ലോകത്ത് പല രാജ്യങ്ങളിലുള്ളവർ അവിടെ നിന്ന് കോൺടാക്ട് ചെയ്യും. ഈ മെസ്സേജുകൾ കേൾക്കുവാനൊക്കെ അവർക്ക് ഇടയാകുന്നു എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ഈസ്റ്റേൺ ടൈമാണ് ഞാൻ പറയുന്നത്. 8 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുണ്ട്. വളരെ അനുഭവം. 712-432-8273. മലയാളത്തിൽ ആക്സസ് കോഡ് 218-6181 മലയാളം. എല്ലാ ദിവസവും 24 hours ഉണ്ട്. ഇംഗ്ലീഷിന്റെ ആക്സസ് കോഡ് ഡയലിംഗ് നമ്പർ സെയിം നമ്പറാണ്. ആക്സസ് കോഡ് 218-6182 സ്പാനിഷ് 218-6183 തമിഴ് 218-6184 തെലുങ്ക് 218-6186 കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്റെ നമ്പർ വിളിച്ചാൽ മതി. 978-257-2423. Okay, what do you want to say, Susan, about your ministry? God has blessed us, the ministry, with the people of God. You want to invite the people? Amen. Okay, come on, say it. What do you want to say? Yeah, we want more and more people to be in the kingdom of God. That's what we desire. സൂസനെ കുടുംബത്തെ ഡോക്ടർ റോബിയെയും കുഞ്ഞുങ്ങളെയും ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിലേക്ക് മിഷണറി വേലയ്ക്കായിട്ട് അവർ കടന്നു പോകുന്ന എനിക്കൊരു ഡ്രീം തന്നെയുണ്ട്. അത് നിവൃത്തിയാകുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. അവരുടെ പ്രേരണയെ പറ്റി കർത്താനദാസിന്റെ അഭിപ്രായം എന്താ? കർത്താനദാസിക്ക് മിനിസ്റ്ററെ പറ്റിയുള്ള അഭിപ്രായം എന്താ? ഏറ്റവും അനുഗ്രഹവും സന്തോഷവുമാണ്. ഏറ്റവും അനുഗ്രഹം എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തുന്നു. ദൈവജനങ്ങളെ കൂട്ടിവരുത്തുന്നു. രാവും പകലും ദേവദാസന്മാരും രാജ്യങ്ങൾക്ക് വേണ്ടിയും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയും കഷ്ടതയിൽ കൂടെ പോകുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം ഒരുക്കിയെടുത്തു. കർത്താനദാസിന് ഈ അവരുടെ പ്രേരണയെ പറ്റിയുള്ള അഭിപ്രായം എന്താ? അനുഗ്രഹമാണ്. ജനങ്ങളും പാസ്റ്റേഴ്സ് എല്ലാം ഒരുപാട് അനുഗ്രഹിക്കപ്പെടുന്നു. കർത്താനദാസിക്ക് അവരുടെ പ്രേരണയെ പറ്റിയുള്ള അഭിപ്രായം എന്താ? ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അതിനകത്ത് കയറാറുണ്ടോ? Dr. Robi, what do you say about the ministry what you start with? It's a great blessing to many people, and God is using us in a much greater way. Thank you. കർത്താനദാസിയെ മറ്റുള്ള ദേശത്തെ ജനത്തെ ഇൻവൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിശ്ചയമായിട്ട് മറ്റു ദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ കടന്നു വരുവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് ലോകമെമ്പാടും ദൈവത്തെ അറിയുവാൻ ഒരു മാധ്യമമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പണ്ട് ടിവിയുടെ മുന്നിൽ ഇരിക്കുമായിരുന്നു. ഇത് കണ്ടത് പിന്നെ ഞാൻ ടിവിയുടെ മുന്നിൽ ഇരിക്കാറില്ല. ഇതിന്റെ മുന്നിൽ തന്നെ ഇരുന്ന് സമയം കളയുവാണ് എനിക്ക് കൂടുതൽ സമയവും. എനിക്ക് ആത്മീയമായിട്ട് നല്ല ഉത്തേജനം കിട്ടിയിട്ടുണ്ട്. അറിവുള്ള നല്ല പാസ്റ്റർമാരുടെ അറിവൊക്കെ സമ്പാദിക്കുവാൻ എനിക്ക് സാധിച്ചു. പ്രയർ ലൈന് വളരെ അനുഗ്രഹമാണ്. അനേകർക്ക് ദൈവവചനം പഠിക്കുവാനൊരു മീഡിയമായിട്ട് മാറിയിരിക്കുകയാണ്. പ്രയർ ലൈൻ വളരെ അനുഗ്രഹമാണ്. ഏത് സമയത്തും ഏത് പ്രയാസങ്ങളും വിഷമങ്ങളിലും ഞങ്ങളുടെ നാമം ബലമുള്ള നാമം നീതിമാതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാൻ കർത്താവ് സഹായിക്കുന്നു. എന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാണ്. കൽപ്പനകൾ അനുസരിക്കാനുള്ള ആവേശവും ജനങ്ങൾക്കുണ്ട്. ഈ പ്രയർ ലൈനുള്ള ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങളുടെ മിനിസ്ട്രിയെ പറ്റി? എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. എത്ര കുഞ്ഞുങ്ങളുണ്ട്? എത്ര ഓർഫൻസ് എത്ര ഉണ്ട്? മോർ ദാൻ 180. വളരെ അനുഗ്രഹമായിരുന്നു. വേണം അതെന്റെ ഭാര്യ. പ്രയർ ലൈന് എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാണ്. എനിക്ക് പ്രയർ ലൈനില്ലാതെ ജീവിക്കാനൊക്കത്തില്ല. ദൈവത്തെക്കുറിച്ച് അറിയാത്ത അനേകർക്ക് ഒരു മാർഗദർശകമായി പ്രയർ ലൈൻ തീർന്നിരിക്കുകയാൽ അനുസരിച്ച് ഓർഫൻസിനെ വളർത്തുന്നത്, അവരെ സഹായിക്കുന്നത്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് എല്ലാം ദൈവപ്രകാരം ഉള്ളതാണ്. അതിൽ അനുഗ്രഹം മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് എ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ബ്ലെസ്സിംഗ്. അതെ, പ്രൊഫസർ ഓർപ്പിച്ചതുപോലെ 5 ഭാഷകളിലുണ്ട്. മലയാളത്തിൽ ആദ്യം ഞങ്ങൾ ആരംഭിച്ചു. പിന്നീട് അത് ഇംഗ്ലീഷ് ഭാഷ, മലയാളം ആഴ്ചയിൽ ഒരു ദിവസമായിരുന്നു. അത് പിന്നെ അത് വർദ്ധിച്ച് ദൈവാത്മാവ് അതിനെ 24 മണിക്കൂറും ലീഡ് ചെയ്യുവാനായിട്ട് ദൈവദാസിദാസന്മാരെ അതിനകത്ത് കൂട്ടിക്കൊണ്ടുവരുന്നു. അതുപോലെ അനേകം ദൈവദാസന്മാർ, എനിക്ക് പേരെടുത്ത് പറയാനൊക്കത്തില്ല, ധാരാളം പേര്
അവരുടെ സമയങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ പ്രയർ ലൈൻ വന്ന് വേദപുസ്തകത്തിലെ ഓരോ പുസ്തകങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുകയും ഓരോ ക്യാരക്ടേഴ്സിനെ പഠിപ്പിക്കുകയും വെളിപ്പാട് പുസ്തകം എല്ലാ പുസ്തകങ്ങളെക്കുറിച്ച് നല്ല പ്രത്യേകിച്ചും lightofgospel.com എന്നുള്ള സൈറ്റിൽ പോയാൽ അതിൻ്റെ പുറകിൽ അധ്വാനിക്കുന്ന വളരെ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡാലസിലുള്ള ബിജിയും സുനേഷിനെയും ഞാൻ ഈ സമയം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്ത് പല രാജ്യങ്ങളിലുള്ളവർ അവിടെ നിന്ന് കോൺടാക്ട് ചെയ്യും, ഈ മെസ്സേജുകൾ കേൾക്കുവാനൊക്കെ അവർക്ക് ഇടയാവുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ആ കുടുംബം അനേക മണിക്കൂറുകൾ ഇതിൻ്റെ പുറകിൽ ചെലവഴിച്ച് ഇതിൻ്റെ മെസ്സേജസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെബ്സൈറ്റിലിടുന്നുണ്ട്. കേൾവിക്കാർക്ക് അതിനകത്ത് കേൾക്കാം. www.lightofgospel.com എന്നുള്ള സൈറ്റിൽ പോയാൽ ഈ മെസ്സേജസ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ അതിനകത്ത് പ്രെയർ ലൈൻ എന്നൊരു ലിങ്ക് ഉണ്ട്. അത് സെലക്ട് ചെയ്താൽ ദി അവർ ഓഫ് പ്രെയർ എന്നാണ് ഈ പ്രെയർ ലൈൻ്റെ പേര്. അവർ ഓഫ് പ്രെയറിൻ്റെ പേജിൽ പോയാൽ നിങ്ങൾക്ക് ഈ മെസ്സേജസ് ഇംഗ്ലീഷ്, മലയാളം, സ്പാനിഷ്, തമിഴ്, തെലുങ്ക് 5 ഭാഷകൾ ദൈവം നടത്തുന്നു. അതുപോലെ പ്രിയ സഹോദരി ഓർപ്പിച്ചതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ഈസ്റ്റേൺ ടൈമാണ് ഞാൻ പറയുന്നത്, 8 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുണ്ട്. വളരെ അനുഗ്രഹമായിട്ട് അനേകര്, ഇത് പെന്തിക്കോസ്തുകാരുടെ ഒരു പ്രാർത്ഥന കൂട്ടമല്ല, അതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് സന്തോഷത്തോടെ പറയാനുള്ളത്. അനേകരെ ഇതിലേക്ക് ആകർഷിക്കാൻ തക്കണം ആഗ്രഹിക്കുന്നു. ഈ പ്രയർ ലൈൻ വളരെ അനുഗ്രഹമായിരുന്നു. എൻ്റെ ജീവിതത്തിലും എനിക്ക് മറക്കാനാവാത്ത ഒരു സംഭവമാണ്. വെറും മലയാളത്തിൽ ഒരു പ്രയർ ലൈൻ എല്ലാവർക്കും തോന്നല, പക്ഷെ 5 ഭാഷകളിൽ സൂസൻ പറയും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ 5 ഭാഷകളിൽ ഇപ്പം നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് പല പല ഫേസിലുണ്ട്. അതായത് ഈ ചെറുപ്പക്കാർക്ക് വേണ്ടിയുണ്ട്. ഇംഗ്ലീഷ് ലൈൻ വളരെ മേജറായിട്ട് ആഴ്ചയിൽ 3 ദിവസം നടത്തുന്നുണ്ട്. അതൊക്കെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. പിന്നെ കൂടാതെ കുഞ്ഞുങ്ങൾക്ക് ഒരു 12 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും 8 മുതൽ 9 വരെ ഈസ്റ്റേൺ ടൈമിൽ പ്രത്യേക മിനിസ്ട്രി ഉണ്ട്. ആ മിനിസ്ട്രിയിൽ പരിശുദ്ധാത്മാവ് തന്നെ അത് നടത്തുന്നു. എൻ്റെ പേര് മോനച്ചൻ, എന്നെ ഒരു മാസ്റ്റർ എന്ന് വിളിക്കും. ഞാനൊരു ഇവാഞ്ചലിസ്റ്റാണ്. അനേക നാളുകളായി 1-2 വർഷത്തോളമായി ഞാൻ ഈ പ്രെയർ ലൈനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബുധനാഴ്ചയും ശനിയാഴ്ചയും കൊണ്ട് അനേക സമയങ്ങളിൽ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ വളരെ അനുഗ്രഹമായിരിക്കുന്നു. ഇതൊരു വലിയൊരു കൂട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് വന്ന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ കടന്നു വരാം. കാരണം ഈ പ്രെയർ ലൈനിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാതെ അനേകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ജീവിതത്തിലാണെങ്കിൽ വലിയ അനുഗ്രഹം. തുടങ്ങിയപ്പോൾ മുതൽ എപ്പോഴും ദൈവവചനം കേൾക്കുവാനും തുടങ്ങിയത് ഇപ്പോഴത്തെയും കൂടെ വെച്ച് നോക്കിയാൽ അയ്യോ കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ നിറവും പരിശുദ്ധാത്മാവിൻ്റെ പഠിപ്പീരും വളരെ വളരെ. ഫോണിൽ കോൺഫറൻസ് ലൈൻ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് പ്രെയർ ലൈനിലോട്ട് കയറാൻ പറ്റും. പക്ഷെ പലർക്കും പ്രത്യേകിച്ച് ഞാൻ രാത്രി സമയങ്ങളിലാണല്ലോ ഞാനിത് വരുന്നത്, ബ്ലാങ്കറ്റിനടിയിൽ വരെ ഫോൺ വെച്ചുകൊണ്ടാണ് ചിലർ ഈ പ്രെയർ ലൈനിൽ കയറുന്നത്. അത് അവരുടെ ആ ഒരു അവസ്ഥ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും, ഇത്രമാത്രം ത്യാഗം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ വിളിച്ച് നമ്മുടെ നമ്പർ എടുത്ത് വിളിച്ച് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുന്ന അനേകരുടെ വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമ്മൾ ചിലപ്പം 1 മാസം മുമ്പേ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ 3 മാസം മുമ്പേ പ്രാർത്ഥിച്ചു, അതിൽ കർത്താവ് പ്രവർത്തിച്ചു എന്നൊക്കെ അവർ സാക്ഷ്യം പറയുന്ന കേൾക്കുമ്പോൾ നമ്മൾ മറന്നാലും ആ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു സാക്ഷ്യമാണ്. പ്രാർത്ഥനയെക്കാളും കൂടുതൽ വലിയൊരു മിനിസ്ട്രി ഇല്ല. അത് ഐ തിങ്ക് ദാറ്റ് കൊച്ചിലെ മുതൽ പിള്ളേരുടെ ഉള്ളിൽ നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനം ഇട്ട് കൊടുത്താൽ അത് അവർക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ അവർ വലുതാകുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് തന്നെ അവർ റിമൈൻഡ് ചെയ്യിപ്പിച്ച് അവരുടെ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹമായി തീരും. അപ്പോൾ ഏറ്റവും കൂടുതൽ ദൈവവചനം നമുക്ക് കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലാണ് ചെറുപ്രായം അത് ഇടേണ്ടത്. സോ ഐ suggest all the parents and all the teachers to sow the seed while they are very young. പ്രെയർ ലൈൻ ഏറ്റവും അനേകർക്ക് വിടുതലും ആശ്വാസവുമായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ പേഴ്സണൽ ടെസ്റ്റിമണി പറഞ്ഞാൽ ഞാനും ഇതിനകത്ത് കഴിഞ്ഞ ഏകദേശം 2 വർഷമായിട്ട് ഇതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് കയറുന്നുണ്ട്. അതിനെ കേൾക്കുമ്പോഴൊക്കെയും എൻ്റെ ജീവിതത്തിൽ ആഴമേറിയ വിശ്വാസം ഉണ്ടാകുവാൻ തക്കുന്ന ദൈവം സഹായിക്കുന്നു. അനേകർക്ക് വിടുതലും ആശ്വാസവുമായിട്ട് കുഞ്ഞുങ്ങളുള്ളവരെ 4 വയസ്സ് മുതൽ 3 വയസ്സുള്ള കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. 12, 13, 14 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കും പാട്ട് പാടാൻ അവർക്ക് എന്തെല്ലാം താലന്തുള്ള ആ കുഞ്ഞുങ്ങളുടെ മിനിസ്ട്രി വളരെ അത്ഭുതമാണ്. കാരണം ഒരു പാട്ടുപാടും, പ്രസംഗിക്കും, വചനത്തിൽ നിന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ അപ്പുറമായിട്ട് അവർ ദൈവാത്മാവ് പ്രേരിപ്പിച്ചുകൊണ്ട് പറയും. അത് മെമ്മറൈസ്, വേർഡ്സ് മെമ്മറി, ഇതെല്ലാം ഉണ്ടായിരുന്നു.
എന്നാൽ പെന്തക്കോസ്റ്റൽ വിശ്വാസങ്ങൾ ഇതിനകത്ത് നമ്മൾ വളരെ ശക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തെ അറിയുവാനും രക്ഷയിലേക്ക് കടന്നു വരുവാനും അനേകര് ഇതുമൂലം ദൈവരാജ്യത്തിൽ കാണപ്പെടുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഈ വചനം അറിഞ്ഞ് ദൈവത്തെ വാസ്തവമായിട്ട് വചനം അറിയാത്തതുകൊണ്ട് ജനം തെറ്റിപ്പോകുന്നു. എന്നാൽ വചനം പഠിച്ച് അവരുടെ കണ്ണു തുറന്ന് ഈ ഭൂമിയിലുള്ള ഇതൊന്നും അല്ല വാസ്തവമായിട്ടുള്ള സത്യമെന്ന് മനസ്സിലാക്കി യേശു കർത്താവുമായിട്ടുള്ള ഒരു നല്ല ആത്മീയ ബന്ധത്തിലായി തീരുവാൻ അനേകരെ ഉപയോഗിക്കുന്നു. അനേകം യാക്കോബക്കാര്, കത്തോലിക്കര്, മാർത്തോമക്കാര്, CSIക്കാര്, പെന്തക്കോസ്തുകാര് ഇതെല്ലാം കടന്നു വന്ന് വളരെ സന്തോഷത്തോടെ അവരൊക്കെ പ്രാർത്ഥിക്കുന്നത് കേട്ടാൽ തന്നെ നമുക്ക് അറിഞ്ഞു. രാത്രി യാമങ്ങളിൽ ഉണർന്നിരുന്ന് ഞാൻ പറഞ്ഞല്ലോ 24 മണിക്കൂറുകളോളം ഇരുന്ന് അനേകം വിഷയങ്ങൾ ഓടി ഓടി വന്ന് പറയും. അവരുടെ വിഷയങ്ങൾ മറ്റാരോടും പറയാൻ കഴിയാത്ത വിഷയങ്ങളൊക്കെ പേഴ്സണലായിട്ട് എന്നെ വിളിച്ച് ധാരാളം പേര് പറയാറുണ്ട്. ഞാനത് ഒരിക്കലും മറ്റുള്ളവരോട് റിവീൽ ചെയ്യത്തില്ല എന്നുള്ള ബോധമുള്ളതുകൊണ്ട് അവർ പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ വിശ്വസ്തരായിട്ടുള്ള അനേകം ലീഡേഴ്സ് പേര് ഞാൻ എടുത്തു പറയുന്നില്ല, പല സ്ഥലങ്ങളിലുള്ളവര് സമയാസങ്ങളിൽ കടന്നു വരികയും ലീഡ് ചെയ്യുകയും ചെയ്യുന്നു. വളരെ അനുഗ്രഹമായിരുന്നു. കാരണം എപ്പോഴും ഞാൻ തനിച്ചാണ്. ഈ പ്രയർ ലൈൻ വലിയ ആശ്വാസമാണ്. പ്രത്യേകിച്ചും പ്രയാസങ്ങൾ വരുമ്പോൾ ഈ പ്രയർ ലൈൻ കടന്നു വന്ന് 24 hours പ്രാർത്ഥിക്കുന്ന സഹോദരന്മാരാണ്. ഈ പ്രയർ ലൈന് സ്ത്രീകൾക്ക് എല്ലാവർക്കും അതെ കുടുംബം വളരെ ആശ്വാസമാണ്. ഞങ്ങൾക്ക് ഏതൊരു ആവശ്യം വന്നാലും എപ്പോഴും ദൈവസന്നിധിയിൽ അർപ്പിക്കാനും ആത്മാർത്ഥം പ്രാർത്ഥിക്കുന്ന സഹോദരിമാർ അവിടെ ഉണ്ട്. അത് ഞങ്ങൾക്ക് ആശ്വാസമാണ്. വചനം പഠിക്കാനൊക്കെ സാധിക്കുന്നു. ഒക്ലഹോമയിലാണ് ഞാൻ ശാന്തമ്മ. ഞാൻ ഈ പ്രയർ ലൈനിൽ കയറിയിട്ട് 2 വർഷം കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിന് വളരെ അനുഗ്രഹമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അതുപോലെ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടിയും അനേക ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിന് അത് വളരെ അനുഗ്രഹമാണ്. ഓഹായോ എന്ന പ്രഭയാണ്. ഒറ്റ വാചകത്തിൽ സച്ച് എ ബ്ലെസ്സിംഗ് ടു മൈ ലൈഫ്. ഈ ബുക്ക് മാർക്ക് ഉണ്ട്. ഈ ബുക്ക് മാർക്കിൽ ഇതിന്റെ ടൈമിംഗ് ഉണ്ട്, പ്രയർ ലൈനിന്റെ നമ്പേഴ്സ് ഉണ്ട്. 712-432-8273. മലയാളത്തിൽ ആക്സസ് കോഡ് 218-6181 പൗണ്ട്. മലയാളം എല്ലാ ദിവസവും 24 hours ഉണ്ട്. ഇംഗ്ലീഷിൻ്റെ ആക്സസ് കോഡ് ഡയലിംഗ് നമ്പർ സെയിം നമ്പറാണ്. ആക്സസ് കോഡ് 218-6182 പൗണ്ട്. സ്പാനിഷ് 218-6183 പൗണ്ട്. തമിഴ് 218-6184 പൗണ്ട്. തെലുങ്ക് 218-6186 പൗണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി. 978-257-2423. ഗോഡ് ബ്ലെസ് യു. എന്താ പറയുന്നത് ഈ പ്രയർ ലൈനെ പറ്റി? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ്. എനിക്ക് 24 hours ഞാൻ ഇതിനകത്താണ്. എനിക്കിത് ഇല്ലാതെ ഇപ്പം ജീവിക്കാൻ പറ്റത്തില്ല. അതുമല്ല എൻ്റെ ഫാമിലി, ഹസ്ബൻഡും ചിൽഡ്രനും എല്ലാം ഇതിനകത്താണ്. ഹസ്ബൻഡ് ആണെങ്കിൽ 24 എപ്പം ഞാൻ ടെലിവിഷൻ സിനിമ ഒന്നും കാണാറില്ലയോ? ഇല്ല, സിനിമയും കാണത്തില്ല. എന്റെ മോളോടി ഒരു വഴക്കുണ്ടാക്കാറില്ല. സമയമുണ്ടോ? ഇല്ല, അല്ല എന്റെ ഹസ്ബൻഡ് വഴക്കിടത്തില്ല. ഞാൻ വഴക്കിട്ടാലും എന്റെ ഹസ്ബൻഡ് വഴക്ക് വിടത്തില്ല. വഴക്കുണ്ടാക്കാൻ സമയമുണ്ടോ? സമയമില്ല. അത് പറ. എനിക്ക് ആകെ വഴക്കുണ്ടാക്കാൻ സമയമില്ല. കാരണം പ്രയർ ലൈൻ എപ്പോഴും ഓണാ. പിന്നെ വഴക്കുണ്ടാക്കാൻ പറ്റും. ഈ പ്രയർ ലൈനെ പറ്റി എന്താ പറയാനുള്ളത്? അനേകർക്ക് കർത്താവിനെ കുറിച്ച് അറിയുവാൻ, അതും രഹസ്യത്തിലിരുന്നുകൊണ്ട് കർത്താവിനെ കുറിച്ച് കേൾക്കുവാൻ, കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ, വിടുതൽ പ്രാപിപ്പാൻ എല്ലാം ഈ പ്രയർ ലൈൻ മുഖാന്തരം കർത്താവ് പദ്ധതി ഒരുക്കുന്നു. ദൈവം ഈ പ്രവർത്തനത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ മോനച്ചൻ പാസ്റ്റർ എല്ലാ ശനിയാഴ്ചയും വൈകിട്ടും ബുധനാഴ്ച 3 മണിക്കും ലൈനിൽ കടന്നു വന്ന് വചനം പഠിപ്പിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ അനേകം ദൈവദാസന്മാര് ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നവർ തന്നെ 10-18 പേര് കോൺഫറൻസിൽ കടന്നു വന്നിട്ടുണ്ട്. ദൈവദാസന്മാർ തന്നെ സിസ്റ്റർ ഷീലാദാസും അതുപോലെ TJ സാമുവൽ പാസ്റ്റർ, ഇവരെല്ലാവരും. പിന്നെ ഇവിടെ PC ഇബ്രാഹിം പാസ്റ്റർ, KC ചാക്കോ പാസ്റ്റർ, ഞാനിപ്പോൾ പേര് പറഞ്ഞാൽ ചിലപ്പോൾ വിട്ടുപോകും. അതുകൊണ്ട് എല്ലാ ദേവദാസന്മാരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൂടാതെ നാട്ടിൽ നിന്ന് അനേകം മണിക്കൂറുകൾ മാറ്റിവെച്ച് എല്ലാ ഞായറാഴ്ചയും ഒരു സഭായോഗം ഇതിനകത്തുണ്ട്. കാരണം ഈ സഭാ ശുശ്രൂഷയ്ക്ക് പോകാതിരിക്കാനല്ല, ഹോസ്പിറ്റലുകളിലും ഒക്കെ ആയിട്ടിരിക്കുന്ന സുഖമില്ലാത്ത രോഗികളായിട്ടിരിക്കുന്നവർക്കൊക്കെ സംബന്ധിക്കുവാനായിട്ട് എല്ലാ ദിവസവും രാവിലെ വെളുപ്പിനെ 6:15 മണി മുതൽ ഇതിനകത്ത് ആരാധന ആരംഭിക്കും. ആരാധനയോട് ആ സമയത്തൊക്കെ ഞാനും ആരാധനയിൽ ഉണ്ടായിരിക്കും. അതിനുശേഷം ഞായറാഴ്ച ദിവസം പ്രത്യേകിച്ച് 9 മണി തൊട്ട് ആരാധനയുണ്ട്. 10 മണിക്ക് നാട്ടിൽ നിന്ന് ദേവദാസിദാസന്മാർ കടന്നു വന്ന് സഭായോഗവും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ദൈവം തന്നിരിക്കുന്നു. അതിനായിട്ട് ഞാൻ സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിന് സകല മഹത്വവും. ഒന്നുമില്ലാത്ത അടിയനെ ഇതിന് തെരഞ്ഞെടുത്തതിനായിട്ട് എനിക്ക് വാക്കുകളൊന്നും പറയാനില്ല. നന്ദിയോടെ സ്തുതിക്കുന്നു. എൻ്റെ കുടുംബം, എൻ്റെ പ്രിയ ഹസ്ബൻഡ് ഡോക്ടർ റോബി ഇതിനെല്ലാം സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. കുഞ്ഞുങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് 1-2 പ്രാവശ്യം
വിഷമം പറഞ്ഞെന്നോട്, നിനക്ക് എന്നോട് മിണ്ടാൻ പോലും ഇപ്പം നേരമില്ലല്ലോ, പ്രയറിനകത്തും കയറിയിരിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ഓർത്ത് നോക്കിക്കേ, ഡോക്ടർ റോബി എന്താ പറയും, സൂസൻ സിസ്റ്ററിന്റെ ഓൾ ലൈഫ് അവൾ ജോലിക്ക് പോകും, ഫുൾ ടൈം പ്രയറിലിരിക്കുന്നു. ഈ പാസ്റ്റർമാരെ മുഴുവൻ വിളിച്ച് സമയത്ത് കൊണ്ടുവരും. അത് കഴിഞ്ഞ് പാസ്റ്റർമാരെ കായിൽ അത് കഴിയുന്നുണ്ടെങ്കിൽ ഒരു കൺക്ലൂഡിങ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അവരെപ്പോഴും ആഹാരം കഴിക്കുന്നത് ഞങ്ങൾക്കറിയാം. വല്ലതും അനത്തി കൊടുക്കുമ്പോൾ പുള്ളിക്കെന്ന് പോലും ഞാൻ ഓർത്ത് പോയിട്ടുണ്ട്. സ്തോത്രം, അടുക്കലെങ്ങാണമായിരുന്നേ വല്ലോ ഇച്ചിരി കൊണ്ടു കൊടുക്കാറുണ്ട്. എനിക്ക് സത്യം പറഞ്ഞ ആ കുടുംബത്തോട്, ആ ഡോക്ടർ റോബിയെ എപ്പോഴും ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ഇത്രയും ദൈവസന്നിധിയിൽ സമർപ്പണമുള്ള ഒരു ദൈവദാസനെ ദൈവം എൻ്റെ മകൾ കൊടുത്തല്ലോ. ഈ അമേരിക്കയുടെ അനേക സ്റ്റേറ്റിലെ ഭാരങ്ങളേറിയ വേദനകളേറിയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തൻ്റെ മകളെ ജീവിതം ഒഴിഞ്ഞു വെച്ചത് എൻ്റെ ആ ദൈവദാസിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്കല്ലാതെ കൂടുതലൊന്നും ഒത്തിരി പറയാനുണ്ട്, പക്ഷെ ഒന്നും പറയുന്നില്ല. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അനേക ആത്മാക്കൾക്ക് വേണ്ടി, അവരുടെ സമാധാനത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന തൻ്റെ ദാസിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓരോരുത്തർ മരിച്ചു കഴിഞ്ഞ് പെട്ടി വെക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ അങ്ങോട്ട് എഴുന്നേറ്റ് പറയും അവർ നല്ലതായിരുന്നു. ജീവനോടെ ഇരിക്കുമ്പോൾ അവരുടെ നല്ല സ്വഭാവത്തെ വർണ്ണിക്കാൻ ഇന്ന് ആർക്കും അങ്ങനെ കഴിയത്തില്ല. കാര്യം അവരോട് പറഞ്ഞാൽ അവരെന്തോ ഓർക്കുന്നതായിരിക്കും. നമ്മൾ മറ്റുള്ളവരാളിനെ പുകഴ്ത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവർ ചെയ്യുന്ന പ്രവൃത്തി നല്ലത്, ഗോ ഫോർ ഇറ്റ് എന്ന് പറയുക. ഹല്ലേലൂയ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. സന്ധ്യയുടെ യാമം, അർദ്ധരാത്രിയുടെ യാമം, കോഴി കൂവുന്ന യാമം, 4-ാം യാമം, ഈ 4 യാമത്തിലും സർവശക്തനായ ദൈവത്തെ ഹല്ലേലൂയ. അർദ്ധരാത്രിയുടെ യാമം, വേൾഡ് ട്രേഡ് സെന്ററിൽ 88-ാം നിലയിൽ നിന്ന് ആർക്കും പ്രവർത്തിക്കാൻ വയ്യാത്ത രാത്രിയിൽ ഓടി 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 അനേക ശവങ്ങളുടെയും ജീവനുകളുടെയും പുറത്തൂടെ ചവിട്ടി ഓടി താഴെ വന്ന് സാക്ഷ്യം പറഞ്ഞ സഹോദരന്മാരുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ആർക്കും പ്രവർത്തിക്കാൻ വയ്യാത്ത സമയത്ത് ഹല്ലേലൂയ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന കർത്താവ് ഹല്ലേലൂയ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഈ പ്രയർ ലൈനിൽ കൂടെ ഹല്ലേലൂയ ORന്റെ വെളിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, സൂസനെ മോള് ഇങ്ങനെ മരണത്തിന് വേണ്ടി ഞങ്ങൾ അന്ത്യസമയത്ത് പ്രാർത്ഥന കഴിഞ്ഞു. എൻ്റെ ഹസ്ബൻഡിനെ ORലേക്ക് കൊണ്ടുപോയി 10 മണിക്കൂർ നീണ്ടു നിന്ന സർജറിയാണ്. ഞാനും 2 കുഞ്ഞുങ്ങളും ഞങ്ങളുടെ സഹോദരങ്ങളുടെ പാസ്റ്റർ, ഞങ്ങളുടെ സഭ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ് സ്റ്റാറ്റൻ ഐലൻഡില്. ഞങ്ങൾ ഇന്ന് വരെ ഞങ്ങൾക്ക് പ്രയാസങ്ങളില്ലാതെ ആത്മാവിൽ ആരാധിക്കുന്ന സഭ. ആ സഭ മുഴുവൻ പ്രാർത്ഥിച്ചു. ഇവിടുത്തെ ദൈവദാസി ഉടനെ തന്നെ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന പ്രയർ ലൈൻ എല്ലാവരും പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവം സൗഖ്യത്തോടെ 3 ദിവസം കഴിഞ്ഞ് എൻ്റെ മകനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി. എൻ്റെ ദൈവം സൗഖ്യത്തോടെ ഞങ്ങൾക്ക് നാട്ടിൽ കടന്നു പോവാൻ, സാക്ഷ്യങ്ങൾ പറയുവാൻ, അത് അന്ന് തൊട്ട് ഞങ്ങൾ ദൈവം തരുന്ന സമയങ്ങളൊക്കെ കർത്താവിന്റെ സന്നിധി ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ തരുന്ന 4 ദിവസമേ ഉള്ളൂ, 1 ദിവസമേ ഉള്ളൂ കർത്താവിനെ സാക്ഷീകരിപ്പാനും എൻ്റെ കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിനായി ജീവിപ്പാനും ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എനിക്ക് ദൈവദാസന്മാരോടും സൂസനോടും ഈ സഭയോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാകയില്ല. ഇവിടെ ഞങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി അനേക വിഷയങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മോനച്ചൻ ഭാഷ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മൻമത്തായി ഭാഷ വിഷയം ഞങ്ങളെല്ലാം കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ദാസിന് ദൈവ ആശ്വാസം കൊടുത്തല്ലോ. ഞങ്ങൾക്ക് ആർക്കും എടുക്കാൻ വയ്യാത്ത വേദന ഉണ്ടെങ്കിലും സ്വർഗത്തിലെ ദൈവം തന്റെ മോനെ ബലപ്പെടുത്തി. ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിവില്ല. ഇങ്ങനൊക്കെ ഭൂമിയിൽ നിമിഷ നേരം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വളർത്തിക്കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങൾ നിമിഷ നേരം കൊണ്ട് മാറിപ്പോവാൻ ആർക്കും എടുക്കാൻ കഴിയത്തില്ല. എന്നാൽ ഈ തന്നെ ജനം ഒരാഴ്ചയോളം കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. സ്തോത്രം. ദൈവം തന്നെ മോനെ ബലപ്പെടുത്തേണ്ടതിനായി മാത്രമാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. അത് ദൈവം ചെയ്തു സൗഖ്യത്തോട് കാണുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. ഇവിടെയുള്ള എല്ലാ ദൈവദാസന്മാരെ അവരുടെ സൗണ്ട് കേൾക്കും. എന്നാൽ ഞാൻ ഈ കമ്പ്യൂട്ടറിനകത്തൂടെ ഇന്നലെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ പറയാതെ മോനച്ചൻ ഭാഷ അവിടെ നിൽക്കുന്നത് എല്ലാവരുടെയും ശബ്ദം നേരിൽ കാണുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ഒരു സഹോദരനോ സഹോദരിയോ നിന്റെ ഭവനത്തിൽ നിന്ന് നിന്നെ തള്ളിക്കളഞ്ഞ നിനക്ക് 100 മടങ്ങ് സഹോദരങ്ങളെയും സഹോദരന്മാരെയും എല്ലാ നന്മയും അതുപോലെ തരുമെന്ന്. എല്ലാ നന്മയും എനിക്ക് തന്നു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യം എൻ്റെ കർത്താവിന്റെ സ്നേഹം. ഇവിടെ സഹോദരൻ പറഞ്ഞു,
ദൈവം പറയുവാണെങ്കിൽ ചെയ്യാവുന്നത്. എൻ്റെ കർത്താവിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ ഭവനത്തിൽ അനേക അച്ഛന്മാരും ബിഷോപ്പിനും പിന്നെ സുവിശേഷ വേലക്കാരും നിറഞ്ഞ ഒരു കുടുംബമാണ്. ഞാൻ ഇവരെ ആരെയും നോക്കിയില്ല. എൻ്റെ കർത്താവിൻ്റെ സ്നേഹം നിറഞ്ഞു വന്നപ്പോൾ സകലതും വിട്ടു എൻ്റെ കർത്താവിനെ പിൻചെല്ലുവാൻ ഞാൻ തീരുമാനിച്ചു. ആ സ്നേഹമാണ് എന്നെ ഇന്നുവരെയും നിലനിർത്തിയിരിക്കുന്നത്. ആ സ്വർഗീയ സ്നേഹം ഓർക്കുമ്പോൾ എൻ്റെ കർത്താവിനെ അല്ലാതെ ഒരച്ഛന്മാർ, എൻ്റെ ഉപ്പാപ്പനും എൻ്റെ സഹോദരങ്ങളൊക്കെ അച്ഛന്മാർ ഇടത്തും വലത്തും നിന്ന് എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിക്കും. ഞാൻ അവരെ സ്നേഹിക്കും, അവരെന്നെ സ്നേഹിക്കും. എന്നാൽ ദൈവസന്നിധി കൽപ്പന എൻ്റെ കർത്താവിനെ ഹിതം, എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു. എൻ്റെ ഭവനത്തില് എല്ലാവരും കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. അതുകൊണ്ട് എൻ്റെ മൂത്ത ബ്രദർ എന്നോടങ്ങ് പിണങ്ങി. മൂത്ത ബ്രദർ പറഞ്ഞാൽ സഭ മാറി, ജാതിയും മാറി എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ജാതി മാറിയില്ല, എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത് മാത്രമേ ഉള്ളൂ. ഒരു ദിവസം ഞാൻ തിമത്തി പാസ്റ്ററിനെ വിളിച്ച് എൻ്റെ വേദനയിൽ പറഞ്ഞു, പാസ്റ്റർ എനിക്കൊരു ബ്രദറുണ്ട്, അടുത്ത ആഴ്ച ഇപ്പം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വരും, എൻ്റെ വീട്ടിൽ കയറാതെ പോയാൽ എനിക്ക് വലിയ സങ്കടമാണ്, പാസ്റ്റർ ആ വിഷയം ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. എനിക്ക് പറയണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവെ ആ പാഷ് പ്രത്യേകമായ തിമത്തി പാഷ് പ്രാർത്ഥിച്ചു. എൻ്റെ ബ്രദറിൻ്റെ എൻ്റെ ഭാരം മാറി ആ വലിയ ശത്രുവിൻ്റെ പോരാട്ടം നിന്ന് എടുത്തു കളഞ്ഞ് എൻ്റെ ഭവനത്തിൽ കടന്നു വരുവാൻ, ഞങ്ങൾക്ക് ഒന്നിച്ച് സന്തോഷത്തോടെ ആഹാരം കഴിപ്പാൻ ഒക്കെ വലിയ വേദനയിൽ നിന്ന് എന്നെ രക്ഷിച്ചു, എന്നെ വിടുവിച്ച്. എൻ്റെ ബ്രദർ മിണ്ടായിരുന്നാൽ എനിക്ക് സഹിക്കത്തില്ല. അങ്ങനെ എൻ്റെ ദൈവം അനേകം ഈ പ്രയർലൈനിൽ കൂടെ എൻ്റെ ദൈവം എൻ്റെ വേദനകൾക്ക് ചില സമയത്ത് പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയാത്ത സമയത്ത് ദൈവദാസന്മാരോട്, പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. എൻ്റെ ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു. കർത്താവ് എനിക്ക് വിടുതൽ തന്നു. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ട ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കാണാനായി ഞാൻ ഇന്ന് അവരെ എല്ലാം വീഡിയോ പിടിച്ചിട്ട് എനിക്ക് ചെന്നിരുന്ന് കാണാൻ എൻ്റെ കർത്താവിന് ആയിരം സ്തോത്രം ചെയ്യുന്നു. ഈ സഭയും കുടുംബത്തെ ഓർത്ത് എന്നും പ്രാർത്ഥിക്കും. ഇവിടെ സോജിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ ഒരു വർഷം സൂസന പ്രത്യേകം പറഞ്ഞു, രാത്രി മുഴുവൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അവനൊരു ജോലി കിട്ടുവാൻ, അല്ലെങ്കിൽ ഇവിടുന്ന് നാട്ടിൽ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. ആ വിഷയം ഞാൻ ഇന്ന് ചോദിച്ചു പറഞ്ഞു. അന്ന് പിറ്റേ ദിവസം ജോലി കിട്ടി. ഇപ്പോഴവൻ സൗഖ്യത്തോടെ കുടുംബമായിട്ട് ഈ സഭയിലുണ്ട്. സോജിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രയർ ലൈൻ അനുഗ്രഹിക്കപ്പെട്ട പവർഫുൾ പ്രയർ തന്നെയാണ്, അതിനൊരു മാറ്റവുമില്ല. അനേകർക്ക് ഇനി പറയാനുണ്ട്. ഇവിടെ വന്നതിൻ്റെ 4 ഇരട്ടി ദൈവമക്കൾ ഇനി വെളിയിലുണ്ട്. അവരാരും വന്നിട്ടില്ല, അവർക്ക് വരാൻ പറ്റിയില്ലെങ്കിലും അവരെല്ലാം ഇത് ഭവനങ്ങളിൽ ഇരുന്ന് കാണുന്നു, സന്തോഷം അനുഭവിക്കുന്നു. ദൈവം എൻ്റെ ദാസിൽ കൂടെ നടത്തുന്ന ഈ സഭയെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും പ്രാർത്ഥന പറഞ്ഞതുപോലെ അനേകര് ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മീഡിയ മുഖേന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനേകരുടെ ഫീലിങ്ങുകൾ, അവിടെ ആവശ്യങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന കർത്തദാസനാണ്. പ്രത്യേകിച്ച് ഈ സഭയിലെ സീനിയർ പാസ്റ്റർ ദൈവത്തെ സ്തുതിക്കുന്നു. തന്നെ മേൽ ദൈവം കൊടുത്തിരിക്കുന്ന അദർശനം ഈ സഭയിലുള്ള സൂസൻ റോബിൽ കൂടെയും ഇട്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരിൽ കൂടെയും ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രിയങ്കരനായ പാസ്റ്റർക്കാണ് ഒരു നിങ്ങളെ ഓർത്ത് സ്തുതിക്കുന്ന പാസ്റ്റർ മോനച്ച പാസ്റ്റർ. അദ്ദേഹം തന്റെ സമയം സാക്രിഫൈസ് ചെയ്ത് തന്നതിൽ ഓർത്ത് പ്രത്യേകം നന്ദിയോടെ സ്തോത്രം. ഇനി അദ്ദേഹം മുൻപോട്ട് കടന്നു വന്ന് നമ്മളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. വാസ്തവത്തില് ഒരു സാക്ഷ്യം പറഞ്ഞപ്പോൾ എന്റെ ഹൃദയം വേദനിക്കുകയായിരുന്നു, സന്തോഷമുണ്ട്, ഞാൻ കരയുകയായിരുന്നു. എന്താണെന്നറിയാം, ഒരു യോഗ്യതയും ഇല്ലാതിരുന്നു. ഞാൻ ഒരു യോഗ്യതയുമില്ലാതെ ഒരു കുപ്പത്തട്ടിയായിരുന്നു. മദ്യപാനിയായി ജീവിച്ച എന്റെ ദൈവം ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനാരാണ്? ഞാനാരുമല്ല ദൈവമക്കളെ, എന്റെ നിർത്തിയുള്ള കർത്താവാണ്. നിങ്ങള് പ്രയർലൈനിൽ കടന്നു വരുമ്പോ ഒരു വാക്ക് പറയും, യോ ഇത് നമ്മുടെ മോനച്ചമ്പാസല്ലയോ. ഹൃദയം തുടിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം എന്റെ മകന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാനും എന്റെ വൈഫും മകൻ പുറകിലിരിപ്പുണ്ട്. അന്നേരം ഏതോ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, മോർച്ചം പാസ്റ്റർ ഷേല സിസ്റ്റർ വരുന്നില്ലയോ, ഇത് മോർച്ചം പാസ്റ്റെങ്കിലും വരുന്നുണ്ടല്ലോ, ഞാനിവിടെ നിന്ന് തുള്ളാൻ പോവാ, എനിക്കൊന്ന് കാണണമല്ലോ. ചെറുപ്പത്തിൽ സന്തോഷിച്ചു. നിങ്ങളെല്ലാം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവിന്റെ ശുശ്രൂഷനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ 2010 സൂസന്റെ
ജ്യേഷ്ഠത്തിയുടെ മകൾ കല്യാണം കഴിച്ചിരിക്കുന്ന സാമിന്റെ ഫാദർ നടത്തിയ ഒരു കോൺഫറൻസില് ഒരു എനിക്ക് വേണ്ടി ഒരു സെമിനാർ 3 ദിവസത്തെ സെമിനാർ നടത്തിയായിരുന്നു. സ്വർഗരാജ്യത്തിന്റെ അതോറിറ്റിയെ പറ്റി പഠിപ്പിക്കാൻ. അതിന് വേണ്ടി അവർ രണ്ടുപേരും കടന്നു വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് സൂസനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ മോനിച്ചൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹത്തെ വിളിക്കണം, എന്നിട്ട് സ്വർഗരാജ്യത്തെ കുറിച്ച് കേൾക്കണം. അങ്ങനെയാണ് കർത്താവിന്റെ ദാസൻ അതിന് നന്ദി അറിയിക്കുന്നു, കർത്താവിന്റെ ദാസൻ നന്ദി അറിയിക്കുന്നു, എല്ലാ പാഷന്മാർക്കും നന്ദി അറിയിക്കുന്നു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ലൂക്കോസ് 12-ാം അധ്യായം ഞാൻ ഈ ദേവദാസനെ കുറിച്ച് എടുപ്പിച്ചത് അത് നിങ്ങൾക്കൊന്ന് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ മോശമാണ്. ഇവിടെ അനേകം പ്രയാസത്തിലാണ് വന്നിരിക്കുന്നത്. 12-ന്റെ 40-49 മുതലുള്ള വാക്യം വായിച്ച് 52 വരെയുള്ള വാക്യം. കർത്താവ് വന്നത് ഇവിടെ സന്തോഷിപ്പിക്കാനല്ല കേട്ടോ, അടുത്തേക്ക് നാളുകളെ സന്തോഷിപ്പിക്കാനല്ല വന്നെന്ന് പറഞ്ഞിട്ട്. തീയിടാനാ വന്നേക്കുന്നത് പറഞ്ഞ, തീയിടാനാ വന്നേക്കുന്നത് ഉറക്കെ പറ. തീയിടാനാ വന്നേക്കുന്നത്. എന്തിനാ? പിന്നെ അടുത്ത് അത് ഇപ്പോഴേ ഹത്യങ്ങി കൊള്ളായിരുന്നു. പിന്നെ അടുത്ത് എന്നല്ലാതെ ഞാൻ മറ്റെന്ത് ചെയ്യേണ്ടു, എങ്കിലും എനിക്കൊരു സ്നാനമേൽക്കുവാനുണ്ട്, അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു, ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ആർക്കും തോന്നുന്നത് കർത്താവ് ഭൂമി സമാധാനം തരാനാ വന്നേന്നത്? അവനാരാ? സമാധാനത്തിന്റെ പ്രഭു പറയാണ്, ഞാൻ സമാധാനം തരാനല്ല ഭൂമി വന്നത്. ഇത് നിങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് വേണം പോകാൻ. അടുത്ത വാക്യം. കർത്താവ് പറഞ്ഞ് ചിത്രം വരുത്താൻ അടുത്തിരിക്കുന്ന ആളോട് പറയാം, നിന്റെ വീട്ടിൽ ചിത്രം വരുത്താൻ തന്നെ കർത്താവ് വന്നെന്ന് പറയട്ടെ. പറ, പേടിയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് പറ. കർത്താവ് പറഞ്ഞ ചിത്രം വരുത്താൻ തന്നെയാ വന്നേക്കുന്നത്. സഭയിൽ ചിത്രം വരുത്താനാ വന്നേക്കുന്നത്, നിന്റെ കുടുംബത്തിൽ ചിത്രം വരുത്താനാ വന്നത്, നിന്റെ മക്കളോട് ചിത്രം വരുത്താനാ വന്നേക്കുന്നത്, നിന്റെ ഭർത്താവിനോട് ചിത്രം വരുത്താനാ വന്നേക്കുന്നത്. നിങ്ങൾക്ക് പേടിയാണോ? പേടിക്കരുത് മക്കളെ. കർത്താവ് വന്ന അതിനാ. ആരെ കുറിച്ച് പേടിക്കണ്ട. അടുത്ത വാക്യം. എന്റെ ദൈവമേ, ഇനി കുടുംബത്തിൽ ഭർത്താവിനോട് പിണക്കമാകുമ്പോൾ നിങ്ങൾ ഇന്ന് കരയരുത്, പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കരുത്. നിങ്ങള് ആദ്യ ജോലിയാ രക്ഷിക്കേണ്ടത്. ആദ്യ ജോലിയാ നിങ്ങൾ കർത്താവിന് ജോലിയെന്നോ? ഞാൻ പറയുന്നത് എന്താ പറയാ, നിന്റെ വീട്ടിൽ കർത്താവ് വന്നോ ഇല്ലയോ? യേശു വന്നോ? യേശു വന്നെന്നുണ്ടെങ്കിൽ നിന്റെ ഭർത്താവിനെ കൊണ്ടുവരും. അതിനുവേണ്ടി അവൻ വന്നത്. നിങ്ങൾ ഇന്ന് ധൈര്യത്തോടെ പോകണം, അല്ലാതെ വെറുതെ പോകരുത്. ഞാൻ എന്താ, ഞാൻ ഒറ്റ വിശ്വാസത്തെ നിങ്ങൾ എവിടെ നിൽക്കുന്നു അവിടെ നിൽക്കും, അവിടെ തന്നെ നടക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സെക്ഷനിൽ ഇത്രയും നേരം സാക്ഷ്യം പറയാനായിട്ട് ദൈവം സഹായിച്ചത്. നിങ്ങൾ പോകുമ്പോ എന്റെ ഭവനത്തിൽ വന്ന ചിത്രത്തിനായി സ്തോത്രം പറഞ്ഞാട്ടെ, കണ്ണുകളടയട്ടെ, എല്ലാവരും പറഞ്ഞാട്ടെ, എന്റെ ഭവനത്തിൽ കൊടന്നു വന്ന ചിത്രത്തിനായി സ്തോത്രം. കർത്താവേ, അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കായി ഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ ചിത്രം അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കായി തന്നെ അത് തീരുമാനാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബങ്ങളില് അവരുടെ ഭർത്താക്കന്മാര്, അവരുടെ ഭാര്യമാര്, അവരുടെ കുഞ്ഞുങ്ങള് യേശുവിനെ അറിയുവാൻ തീരുമാനമെടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. വിശ്വാസമുള്ളവര് ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഒരു നിമിഷം നിങ്ങളുടെ വാക്യം, കുറിവാക്യം ശ്രദ്ധിച്ചോണം. നിങ്ങൾ അത് ഓർത്തിട്ട് വേണം പോകാനായിട്ട്. കുറിവാക്യം എന്തായിരുന്നു? ഒന്ന് വായിച്ചു. ഞാൻ വേഗം വരാം. അതിന് വേണ്ടുന്ന വാക്യം ഒന്ന് വായിച്ചു. സമയമില്ലാത്തോണ്ട് വായിക്കട്ടെ കേട്ടോ. ജയിക്കുന്നവന് കിരീടം കൊടുക്കും. പറഞ്ഞ ജയിക്കുന്നവന് കിരീടം കൊടുക്കുന്നവന് പരീക്ഷാ ദിവസത്തിൽ കാക്കും. 2, ദൈവം നിന്നെ ആലയത്തിലെ എന്താക്കെന്ന് പറഞ്ഞിരിക്കുന്നത്? തൂണെന്ന് പറയാണ്ടിരിക്കും. ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ നോക്കി, തൂണെന്ന് പറയാണ്ടിരിക്കും. ആനങ്ങാതെ നിന്നോണം, ചഞ്ചലപ്പെടരുത്. കാറ്റടിക്കും, മഴ വരും, പ്രതികൂലം വരും, നീ അനങ്ങരുത്. നിന്നെ തൂണാക്കണോ, നീ അങ്ങനെ നിൽക്കണം. പിന്നെ 3ാമത്, നീ ഒരിക്കലും അവിടെ നിന്ന് പോകരുത്. പിന്നെ 3 നാമം നിനക്ക് കിട്ടും. എന്തൊക്കെയാണെന്ന് അറിയാമോ? 1, അവന് ആ ദൈവത്തിന്റെ നാമം കിട്ടും. 2, യെരൂശലേമിന്റെ പുതിയ യെരൂശലേമിന്റെ നാമം കിട്ടും. പിന്നെ കർത്താവ് അവന്റെ പുതിയ നാമം നിനക്ക് തരും. ഇത് വേണം. അനങ്ങരുത്.
നിനക്ക് പരീക്ഷാ കാലത്ത് നിന്നെ കാക്കണം. ഒന്നും പേടിക്കരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.